ഹായ്. അമ്മ ഗേറ്റിനോട് നിന്നപ്പോൾ ഞാൻ അമ്മയെ കൊക്കാമ്പിച്ച് കാണിച്ചതാ. പിള്ളേർ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം മമ്മീൻ്റെ അടുത്ത് വരെ പോകണമായിരുന്നു. ഇപ്പം എൻ്റെ ഡെയിലി റൂട്ടീനിൽ വീട്ടിലിരിക്കാൻ സമയമില്ല. രാവിലെ തൊട്ട് ഞാൻ ഓരോ ജോലിയും മറ്റു കാര്യങ്ങളുമായിട്ട് ബിസിയാണ്. നമ്മൾ പോകേണ്ടടുത്ത് നമ്മൾ തന്നെ പോകണം. മറ്റാരും പോകാനായിട്ടില്ല, ഞാൻ തന്നെ പോകണം. അതുകൊണ്ട് വീട്ടിൽ ഇരിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. നമ്മൾ ഹരിപ്പാടാണ് പോകുന്നത്. ചെമ്മാനം കാണാൻ നല്ല ഭംഗിയുണ്ട്. വൈകുന്നേരം ഈ റോഡ് സൈഡിലൂടെ പോകുമ്പോൾ വയലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഹരിപ്പാടോട്ടാണ് പോകുന്നത്. പോകുന്ന വഴി അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഹരിപ്പാട് എക്സൈസ് ഓഫീസിൻ്റെ അവിടെ അകത്തോട്ടാണ് പോകുന്നത്. അപ്പുറത്ത് റെയിൽവേ ക്രോസ് അടച്ചിട്ടേക്കുമായിരുന്നു. ഈ അമ്പലത്തിൽ മീനഭരണി കഴിഞ്ഞതിൻ്റെ ഈ റോഡിൽ കൂടെ വരാൻ പറ്റത്തില്ലെന്ന് ഭയങ്കര ഗട്ടറൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു വളവ് ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ എടുത്തുകൊണ്ട് പോകണം. ചേച്ചി ഇച്ചിരി പാടായിരുന്നു. പിന്നെ കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് പോയി. റോഡ് പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് വണ്ടിയെല്ലാം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ കാരിച്ചാലോട്ട് പോയി. എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഒരുപാട് പോരായ്മകൾ കാണും. കാര്യം ഞാനൊരു ന്യൂ കമറാണ്. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസ് ഇടുന്നതും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ സജഷൻസ് കമൻറ്റ് ചെയ്യണം. എന്നാലല്ലേ എനിക്കത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പറഞ്ഞത് മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. കാരിച്ചാലെത്തി, ഓർത്തഡോക്സ് ചർച്ച് കഴിഞ്ഞു. ഈ കാണുന്നതാണ് നമ്മുടെ പള്ളി. പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. മമ്മി പറഞ്ഞായിരുന്നു ടാർ ചെയ്തെന്ന്. നോക്കിയപ്പോൾ ടാർ ചെയ്തിട്ടുണ്ട്. ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത്. കാര്യമായി ടാർ ചെയ്തത്. ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പം ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു ഹയർ കമ്പനിയിലോട്ട്. അതിന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. തിരിച്ച് വീട്ടിലോട്ട് പോയി. കുറച്ച് രാത്രിയായി. ഒരു 8 മണിയൊക്കെ ആയിരുന്നു. ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. അമ്മ പാല് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് നമ്മുടെ അടുത്തുള്ള ഒരു മോളുണ്ടായിരുന്നു. അവിടെ കയറി പാല് മേടിച്ചു. തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. കുറച്ച് രാത്രിയായിരുന്നു. അമ്മ വഴക്ക് പറഞ്ഞായിരുന്നു. അങ്ങനെ ഫൈനലി വീടെത്തിയപ്പം അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട് അമ്മ ചോറൊക്കെ പാക്ക് ചെയ്തു. ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. പരീക്ഷയ്ക്ക് നീയൊക്കെ പഠിച്ചോടാ? പിന്നെ അവന്മാരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവൻ പറയുന്ന കേട്ടോ ചിരിക്കാനുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. അങ്ങനെ കരിപ്പുഴയിലോട്ട് പോയി. തട്ടുകടകൾ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ ശൂന്യമാണ്. വേറൊന്നുമല്ല, ഗ്യാസിന്റെ വിലക്കയറ്റം തന്നെ. ഗ്യാസ് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വീടിൻ്റെ അവിടെ എത്തി. ചോറൊക്കെ വിളമ്പി വെച്ച് ഞങ്ങൾ തിരിച്ച് പെട്ടെന്ന് ഇങ്ങ് ഇറങ്ങി. കാര്യം വീട്ടിൽ ചെന്നിട്ട് വേണം വല്ലതും കഴിക്കാൻ. വിശപ്പിന്റെ വിളിയുണ്ടേ. ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ചേച്ചി ഒന്ന് ക്രോസ് ചെയ്യാൻ നോക്കിയത്. അവിടെ അങ്ങ് വണ്ടി കാണുന്നില്ലേ? പക്ഷേ ദൂരേന്ന് വരുന്ന വണ്ടിക്ക് ഇപ്പോഴേ ഞങ്ങൾ നിൽക്കും. പിന്നെ ഇവിടെ നിൽക്കുന്നത് ക്രോസ് ചെയ്യാനാണ്. നമ്മൾ ഈ ഊടുവഴി കയറി പോവുക. കാര്യം 3 പേരെയും കൊണ്ടാണ് പോയത്. ഹെൽമെറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിലേക്കൂടെ കറങ്ങില്ല, അതിലേക്കൂടെ കയറി പോകാമെന്നാണ് വെച്ചത്. മെഡിക്കൽ സ്റ്റോറിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ നിർത്തി അമ്മയ്ക്ക് ഇൻസുലിൻ സിറിഞ്ച് മേടിക്കണമായിരുന്നു. മെഡി പോയിന്റിലാണ് കയറിയത്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതുപോലെ. അങ്ങനെ ഇൻസുലിൻ സിറിഞ്ച് മേടിച്ചു, ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകാം. പഴം മേടിക്കണമായിരുന്നു. അപ്പം ഈ കടയിൽ കയറി. നമ്മൾ സ്ഥിരം ഇവിടെ നിന്നാണ് എന്തെങ്കിലും പച്ചക്കറി മേടിക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് ആരുടെയാണ് മോളെന്നൊക്കെ ചോദിക്കുമായിരുന്നു. എനിക്ക് പോലും അറിയാത്ത പേരൊക്കെ ആ ചേട്ടൻ പറഞ്ഞു. പിന്നെ ഞാൻ അല്ലെന്ന് പറഞ്ഞു. തിരിച്ച് പോന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.